ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് രാവിലെ തന്നെ നല്ലൊരു റോസാപ്പൂവും കണ്ടുകൊണ്ട് നമുക്ക് ഇന്നും തുടങ്ങാം കേട്ടോ. അപ്പം നമ്മൾ മുറ്റത്ത് നിൽക്കുകയല്ല, ഞാൻ പെരയ്ക്കകത്തേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ തിണ്ണയിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. എന്താണ്, നല്ല രസമുണ്ട്, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കിയതിൻ്റെ വീഡിയോസാണ് കേട്ടോ. നല്ല പനിയാണ്, ശ്വാസം മുട്ടലുണ്ട്, അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് വോയിസ് ഇടുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പം എന്താ ചോറെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഒരാൾക്കൂടെ അധികം എടുക്കണം കേട്ടോ. ചെറുക്കായുടെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ച് ഇവിടെ നിന്നാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അവനും കൂടെ ഉള്ള ചോറാണ് നമ്മളിന്ന് പായിക്കുന്നത്. അതായത് 4 ചൂറ്റുപാത്രം എടുക്കുന്നുണ്ടെന്നേ. നല്ല ചൂട് ചോറ് വിളമ്പി അതിൻ്റെ കൂടെ കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വോയിസ് ഇടുമ്പം തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കൂട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നെങ്കിൽ ക്ഷമ ചോദിക്കുന്നത്. അപ്പോൾ എന്താ, നമ്മൾ 4 പാത്രത്തിലും ചോറും വിളമ്പി ചമ്മന്തിയാണ് അതിൻ്റെ കൂടെ. ചമ്മന്തിയൊക്കെ വിളമ്പി റെഡിയാക്കി എടുത്തു. അങ്ങനെ പാത്രം കാര്യങ്ങളെല്ലാം അടച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ നമ്മളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരുന്നു. അപ്പം കൂട്ടുകാരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ, ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കല്ല കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ചോറും പാത്രമൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ അപ്പം ഉണ്ടാക്കി കേട്ടോ. അപ്പം മഴയൊക്കെ കാരണമാണെന്ന് തോന്നുന്നു, മാവ് ശരിയായിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല മയമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് പാലുമില്ല. അപ്പം നമ്മൾ 1 മാസമൊക്കെ ആയി പെരയ്ക്കകത്തിരിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ട് വീടിൻ്റെ അകത്ത്. അപ്പോൾ ഇന്ന് പാലില്ല കേട്ടോ, ഇന്ന് കടിഞ്ചായ മാത്രമേ ഉള്ളേ. അപ്പം കടിഞ്ചായയും നമ്മൾ ഇന്നലെ വൈകിട്ട് തീയിൽ വെച്ചല്ലോ, തീയലും അപ്പോൾ അങ്ങനെ രാവിലെ കേട്ടോ. അങ്ങനെ അതാ മക്കൾക്ക് കാപ്പിയൊക്കെ കൊടുത്തു, ചായ എല്ലാം കൊടുത്തു. അങ്ങനെ 2 പേർക്ക് 6:50 വണ്ടി വരും കേട്ടോ, പെൺപിള്ളേർക്ക്, അതായത് മക്കൾക്ക്. അപ്പോൾ അവരെ ആദ്യം വിടണം. പിന്നെ ചെറുക്കായുടെ കൂട്ടുകാരനോട് അവർക്ക് 8:15 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് പോയാൽ മതിയേ. അങ്ങനെ അതാ ഞാൻ അവരെ കൊണ്ടുവിടാൻ പോകണം കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ഇരുന്ന് ഇതാ നാശമാകുന്നുണ്ട്, നനഞ്ഞ്. അങ്ങനെ ഞങ്ങൾ റോഡിൽ വന്ന് ബസ് കാത്തു നിൽക്കുകയാണ് കേട്ടോ. 1 മിനിറ്റ് നിന്നേ ഉള്ളൂ. അങ്ങനെ ബസ്സൊക്കെ വന്നു. അങ്ങനെ മക്കളെ ബസ്സിലൊക്കെ കയറ്റി വിട്ടു. അപ്പം എന്താ, ബസ് പോകുന്നിടം വരെ ഞാൻ അവിടെ തന്നെ നോക്കി നിന്നു കേട്ടോ. നമ്മുടെ കൊറോണയൊക്കെ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ രക്ഷോ, 1 മാസം കണ്ടായി അങ്ങോട്ട് കയറിയിട്ട് തന്നെ കച്ചവടവും ഇല്ല, മഴയൊക്കെ അല്ലേ, ആളും പേരൊന്നും ഇല്ലല്ലോ, പെരയ്ക്കകത്ത് കുത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് പക്ഷികളോടോ മൃഗങ്ങളോടോ ഒന്നും കഥ പറയാനൊന്നും ആരും ഇല്ല കേട്ടോ. ഒരനക്കവും ഇല്ല, ഒരു മനുഷ്യരും ഇല്ല അവിടെ ഒന്നും കേട്ടോ. അതുപോലെ എല്ലാവരും തണുപ്പൊക്കെ അല്ലേ പെരയ്ക്കകത്തൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി ചെറിയ വെയിലിൻ്റെ ഒരു ചെറിയ വെട്ടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയത്തില്ല. അങ്ങനെ നമ്മളിതാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബായ്.